കമാൻഡോകൾ സ്വന്തം ജീവനെ അവഗണിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ. നമ്മുടെ രാജ്യത്തെ NSG കമാൻഡോകളായി പ്രവർത്തിക്കുന്ന നിരവധി ആളുകളുണ്ട്. രാജ്യം ഒരു പ്രതിസന്ധി ഘട്ടത്തിലെത്തുമ്പോൾ അവരാണ് നമ്മുടെ രക്ഷയ്ക്കെത്തുന്നത്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് NSG കമാൻഡോയായി പ്രവർത്തിക്കുകയും 2008 മുംബൈ ഭീകരാക്രമണത്തിൽ നേരിട്ടിടപെട്ട് ആ ഭീകരന്മാരെ തുരത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുകയും ചെയ്ത ശ്രീ PV മനേഷാണ്. ആ ആക്രമണത്തിൽ അദ്ദേഹത്തിന് പരിക്കും പറ്റി. പക്ഷേ അദ്ദേഹം ധീരതയോടെ ആ യുദ്ധത്തിൽ, ആ പോരാട്ടത്തിൽ ശക്തമായി പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, അദ്ദേഹത്തിന് ലഭിച്ച പരിശീലനത്തിൻ്റെ കഥകൾ, അദ്ദേഹം നേരിട്ട ഭീകരമായ ഏറ്റുമുട്ടലുകൾ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മോട് പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നു. സ്വാഗതം. നമസ്തേ. ഈ പട്ടാള ജീവിതം, പട്ടാളത്തിൽ ചേരണം എന്നുള്ളതൊക്കെ ബാല്യകാലം മുതൽ ആഗ്രഹമായിരുന്നോ, അതോ ഒരു തൊഴിലിൻ്റെ ഭാഗമായിട്ട് പട്ടാളത്തിൽ ചെന്ന് ചേരുകയായിരുന്നോ? തികച്ചും അത് ഒരു യാദൃശ്ചികമായിരുന്നു. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വികൃതിയായ ഒരു കുട്ടിയായിരുന്നു. വികൃതി. അപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് സാറിന് അറിയാലോ, കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ രാഷ്ട്രീയ അതിപ്രസരമുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ എന്നിലും ചില ഇതുണ്ടായിരുന്നു, വിദ്യാർത്ഥി സമരങ്ങളുണ്ടാകുമ്പോൾ. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ സജീവമായിരുന്നോ? സജീവം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സന്ദർഭങ്ങളിലൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് നിർബന്ധിച്ചു ഫോറിനിലും ഗൾഫിൽ പോകണം. അപ്പോൾ ഡിഗ്രിക്കൊന്നും പോകാൻ പാടില്ല. അങ്ങനെ ഞാൻ എയർ കണ്ടീഷൻ റെഫ്രിജറേഷൻ പഠിക്കാൻ വേണ്ടി പോയി. എനിക്ക് ഏറ്റവും പ്രാധാന്യം എന്നത് ഈ സിനിമ റിലീസ്, അതും മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സിനിമ റിലീസാകുമ്പോൾ ഫസ്റ്റ് ഷോ കാണണം. അതെൻ്റെ ഒരു നിർബന്ധമായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങൾ കോളേജ് കട്ട് ചെയ്തപ്പോൾ അന്ന് മോഹൻലാലിൻ്റെ ഒരു സിനിമ കവിതാ തിയേറ്റർ കണ്ണൂർ കവിതാ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിനിമ തുടങ്ങാൻ വേണ്ടി ഒരു 11 മണിയാവും. ആ സമയം കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു ശ്രീനാരായണ പാർക്കുണ്ട്, കവിതാ തിയേറ്ററിലെ കണ്ണൂർ ടൗണിൻ്റെ അടുത്തുള്ള ശ്രീനാരായണ പാർക്ക്. അങ്ങനെ നമ്മളൊരു 6 കുട്ടികൾ അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ വിശന്നപ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും പൈസ സ്വരൂപിച്ചുകൊണ്ട് ഒരു അവിലും മിക്സ്ചറും വാങ്ങി. അങ്ങനെ വാങ്ങിക്കപ്പോൾ എൻ്റെ കൈയൊക്കെ വലുതായതുകൊണ്ട് എനിക്ക് കുറേ കിട്ടി. അങ്ങനെ അവസാനം അത് മടിയിൽ വെച്ചിരുന്ന ബിജുവിന് കുറച്ച് മാത്രമേ കിട്ടിയുള്ളൂ. അവസാനം അവൻ ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ വീശിക്കൊണ്ട് ഓരോ കാര്യങ്ങളും ഗൗരവത്തോടു കൂടി പഠിക്കുക. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നു പട്ടാളത്തിൽ ആളെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് പട്ടാളത്തിൽ ചേരാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കണം. ഞാൻ പറഞ്ഞില്ല, ഞാൻ വരുന്നില്ല. കാരണം വെച്ചാൽ എനിക്ക് പട്ടാളത്തിൽ ചേരാൻ ഇഷ്ടമല്ല, നീ എന്തായാലും വരണമെന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ച് എൻ്റെ പേര് കൊടുത്തു. ഈ പത്രത്തിലെ പട്ടാളത്തിലേക്ക് ആളെ വിളിക്കുന്ന പരസ്യം കണ്ടിട്ട് പിന്നെ നിങ്ങൾ എങ്ങോട്ടാണ് പോയത്? കോഴിക്കോട് പോയപ്പോൾ കോഴിക്കോടിൽ നിന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായി നിന്നപ്പോൾ ആ സുഹൃത്തുക്കൾ ബാഗ് പിടിച്ച് പുറത്ത് നിൽക്കാമെന്ന് പറഞ്ഞു. അതായത് നമ്മൾ പട്ടാളത്തിൽ ചേരാൻ തീരുമാനിച്ചിട്ടില്ല. ആ പുറത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു പട്ടാളക്കാരൻ ഒന്നിക്കകത്ത് പോകുക അല്ലെങ്കിൽ പുറത്തു പോകാമെന്നാണ് പറഞ്ഞത്. പക്ഷെ അതെനിക്കറിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്ത് ബൈജു അവൻ പറഞ്ഞ് നിന്നെ ഇല്ലെങ്കിൽ അകത്ത് വന്നില്ല വെടിവെക്കുന്ന പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ദീർഘമായിട്ട് ഇങ്ങനെ ഗൗരവമായി നോക്കുന്നു. അങ്ങനെ യാദൃശ്യമായി ഉള്ളിൽ പോയതാണ് ഞാൻ പട്ടാളത്തിൽ. ആരാണോ പട്ടാളത്തിൽ ചേരാൻ ആഗ്രഹിച്ചത് അവർക്ക് ആർക്കും കിട്ടിയില്ല, എനിക്ക് മാത്രം കിട്ടി. അങ്ങനെ യാദൃശ്ചികമായിട്ട് പട്ടാളത്തിൽ എത്തിയ ഒരു വ്യക്തിയാണ് ഞാൻ. എവിടെയാണ് നമ്മൾ ആദ്യത്തെ ട്രെയിനിങ്ങിന് വിടുന്നത്? ആദ്യത്തെ ട്രെയിനിങ്ങിന് വിടുന്നത് മദ്രാസ് വെല്ലിംഗ്ടണിൽ, ഊട്ടി വെല്ലിംഗ്ടണിലാണ് എന്നെ നമ്മൾ ട്രെയിനിങ്ങിന് പോകുന്നത്. ഏത് റാങ്കിലേക്കാണ്? ഞാൻ ആദ്യം നോർമൽ ഒരു സിപ്പായി ആയിട്ടാണ് നോർമൽ പട്ടാളത്തിൽ ചേർന്നത്. ഓക്കെ. അതിൻ്റെ പരിശീലനകാലം എത്രയായിരുന്നു? അതിൻ്റെ 1 വർഷമായിരുന്നു പരിശീലനകാലം. അത് ഊട്ടി എന്ന് പറയുന്ന സ്ഥലത്ത്, ഊട്ടിയിലുള്ള വെല്ലിംഗ്ടൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങളുടെ പരിശീലനങ്ങൾ എന്തൊക്കെയായിരുന്നു ശരിക്കും? ബേസിക് ലെവലുള്ള ജോലി എന്നത്, കാരണം ഞങ്ങൾ ഇതുവരെ തോക്കൊന്നും കണ്ടിട്ടില്ല. പക്ഷെ അതിനുള്ള വെപ്പൺസും മറ്റുള്ള രീതിയിലൊക്കെ ഉള്ളത്. പിന്നെ വേറെന്ന് വെച്ചാൽ ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാക്കുക എന്നത്. ഊട്ടിയിലൊക്കെ മലപ്രദേശമാണ്. അപ്പോൾ അവിടെ ആ മലയോരങ്ങളിലൊക്കെ നമ്മൾ ഓടിക്കൊണ്ട് നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാക്കി മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഏതൊക്കെയാണ് സൈന്യത്തിൽ നമുക്ക് ചെയ്യേണ്ടത്, അത് വെപ്പൺ ഹാൻഡ്ലിംഗ് ആയാലും ശരി, അതേപോലെ മേപ്പ് റീഡിങ് ആയാലും ശരി, മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. പരിശീലന കാലത്തെ നിങ്ങളുടെ ഒരു ദിവസത്തെ പ്രവർത്തനം എങ്ങനെയായിരുന്നു സാധാരണഗതി പരിശീലനം? രാവിലെ ഒരു 4 മണിക്ക് എഴുന്നേൽക്കും. എഴുന്നേറ്റതിന് ശേഷം മറ്റുള്ള പരിസരങ്ങളൊക്കെ വൃത്തിയാക്കുക, കൃത്യമായ രീതിയിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ PT ആണ്, ഫിസിക്കൽ ടെസ്റ്റാണ്. എത്ര മണിക്കായിരിക്കും PT? ഏകദേശം 5 മണിക്ക് PT തുടങ്ങും, സ്റ്റാർട്ടാവും. അതൊരു 6:30 വരെ PT ഉണ്ടാവും. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് പിന്നെ ക്ലാസ്സുകളാണ്, വെപ്പൺ ഹാൻഡ്ലിങ്ങും അതേപോലെ കമ്പാർട്ട് ക്രാഫ്റ്റുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരും. അതിനുശേഷം പിന്നെ
ഉച്ചവരെ ഉച്ചയ്ക്ക് കഴിഞ്ഞ ശേഷം വർക്കിംഗ് ആണ്. അവിടുത്തെ പരിസരങ്ങൾ ഞങ്ങൾ തന്നെയാണ് എല്ലാം വൃത്തിയാക്കേണ്ടതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തൊക്കെ ഉണ്ടാവും വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ അടിച്ചുവാരലുമായിരിക്കില്ല. ഇല്ല, ചിലപ്പോൾ മരങ്ങൾ പെയിന്റുകളും കാര്യങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ മറ്റുള്ള വർക്കിംഗ് നമ്മുടെ ഈ ഗ്രൗണ്ടൊക്കെ വൃത്തിയാക്കേണ്ടി വരും. ഞങ്ങളെ ട്രെയിനിന് പരേഡ് ഗ്രൗണ്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ വൃത്തിയാക്കണം. ഒരു വർഷം കൊണ്ട് ഈ പരിശീലനം പൂർത്തിയാകുമോ? ഒരു വർഷം കൊണ്ട് പരിശീലനം പൂർത്തിയാവും. പിന്നെ ഞങ്ങൾക്ക് മദ്രാസ് റെജിമെന്റിൽ തന്നെ കുറേ ബറ്റാലിയൻസ് ഉണ്ട്, ഫോർവേഡിലും മറ്റുള്ള കാര്യങ്ങളും വർക്ക് ചെയ്യുന്നത്. ആ ബറ്റാലിയനിൽ പോയതിന് ശേഷമാണ് ഞങ്ങൾക്ക് മറ്റുള്ള പരിശീലനങ്ങൾ. മറ്റുള്ള പരിശീലനം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഇതുവരെ ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ബേസ് മാത്രമാണ് പഠിച്ചത്. കൃത്യമായിട്ട് ഗ്രൗണ്ടിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് ആ ലെവലിലേക്കുള്ള പരിശീലനങ്ങൾ പിന്നെ അവിടെ ഒരു 3 മാസത്തോളം ഞങ്ങൾ അവിടെ നിന്നാണ് നമ്മൾ ബറ്റാലിയൻ നിന്നാണ് പഠിക്കുന്നത്. അതേപോലെ ഈ 27 മദ്രാസിൽ നിന്ന് എൻ്റെ ഈ സർവീസ് കാലഘട്ടങ്ങളിൽ കുറേ മിലിറ്റൻസി ആയിട്ട് കൗണ്ടർ ഇൻസർജൻസി ഓപ്പറേഷൻസ് ഏകദേശം ഒരു 42ഓളം മിലിറ്റൻസിനെ വധിച്ച ഓപ്പറേഷൻസിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിൽ താങ്കളുണ്ടായിരുന്നോ? ബറ്റാലിയൻ ചെയ്ത ഓപ്പറേഷനാണ്. ഏകദേശം ഒരു 8ഓളം നേരിട്ട് ഞങ്ങൾ പങ്കെടുത്ത ഒരു 8ഓളം മിലിറ്റൻസിനെ വധിച്ച ഓപ്പറേഷൻ. അതെവിടെയായിരുന്നത്? അത് നമ്മുടെ പൂഞ്ച് സെക്ടർ, ജമ്മു കാശ്മീരിലെ പൂഞ്ച് സെക്ടർ, പൂഞ്ച് രജോറി സെക്ടറുകൾ. കോട്ടയിൽ നിന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ആയതിനു ശേഷമാണോ? അതെ, കോട്ടയിൽ നിന്ന്. കാർഗിൽ യുദ്ധത്തിന്റെ വാർ സമയത്ത് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പൂഞ്ച് സെക്ടറിലാണ്. ഈ കാർഗിൽ വാറിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ? കാർഗിൽ സെക്ടറിൽ മാത്രമുണ്ടായ ഒരു വാറായിരുന്നു കാർഗിൽ വാർ. അത് മൊത്തം വ്യാപിച്ചിട്ടുണ്ടായില്ല, എല്ലാ ജമ്മു കാശ്മീരിലും മൊത്തം വ്യാപിച്ചിട്ടില്ല. ഇപ്പോഴും നടന്ന വാർ പോലെയല്ല അത്. ഇപ്പോൾ കാർഗിൽ വാർ ആ കാർഗിൽ സെക്ടർ അതുമായിട്ട് മാത്രം നടന്നിട്ടുള്ളൂ. അതെ, പൂഞ്ച് സെക്ടറിൽ ഉണ്ടായിരുന്നവർക്ക് അവിടുത്തെ സേഫ്റ്റി ഉറപ്പുവരുത്തുക, അവിടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ള ജോലിയായിരുന്നു കൂടുതൽ ചെയ്തത്. അതെ, തീർച്ചയായും. അല്ലെ, അവിടേക്ക് ഇത് സ്പ്രെഡ് ചെയ്യാതെ നോക്കുക, അവിടെ കൂടുതൽ ആക്രമണം പാകിസ്ഥാനിൽ നിന്ന് അല്ലെങ്കിൽ അതിർത്തിയിൽ നിന്ന് ഉണ്ടാവാതെ നോക്കുക, അതായിരുന്നു പ്രധാന ജോലി അല്ലേ? അതെ, തികച്ചും അതായിരുന്നു. പക്ഷെ അവിടെയും ഇൻഫിൽട്രേഷൻ നടന്നിട്ടുണ്ടായിരുന്നു, ടെററിസ്റ്റുകൾ അകത്തേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു. അത് നോക്കുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നതാണ് നമ്മുടെ ഡ്യൂട്ടി നോക്കുന്നത്. കാരണം അവിടെ നിന്നും പാകിസ്ഥാന്റെ പല പോസ്റ്റുകളിൽ നിന്നും ഫയർ വന്നിട്ടുണ്ടായിരുന്നു. അതിനെ നമ്മൾ കൗണ്ടർ അറ്റാക്ക് ചെയ്യും, അതിനെ നിർത്തുക, പിന്നെ അവരുടെ മൂവ്മെന്റ്സിനെ ഇല്ലാതാക്കുക എന്ന ഒരു ലക്ഷ്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇങ്ങനെ സൈന്യത്തിൽ തുടരുന്ന സമയത്താണല്ലോ NSGയിലേക്ക് റിക്രൂട്ട്മെന്റ് ഉണ്ടാകുന്നത്. അതെങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? ഞങ്ങളുടെ 27 മദ്രാസ് ബറ്റാലിയൻ ഒരു ഡീറ്റെയിൽ വന്നു, ഒരു വേക്കൻറ്റ് വന്നു. ആ വേക്കൻറ്റ് വന്നപ്പോൾ അതിൽ ഞങ്ങൾ കുറേ ആൾക്കാരുടെ പേര് കൊടുക്കും. അപ്പോൾ അതിൽ ഞാനും എൻ്റെ പേര് കൊടുത്തു. അങ്ങനെ അതിൽ നിന്ന് നല്ല ആൾക്കാരെ സെലക്ഷൻ ചെയ്തുകൊണ്ട്. ഈ നല്ല ആൾക്കാർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രധാനമായിട്ട് എന്തൊക്കെയാണ് പരിഗണിക്കുന്നത്? അല്ല, ഒന്ന് മെയിനായിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ്, മറ്റുള്ള എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആൾക്കാരെ. ഒരാൾക്കേ അവസരം ഉണ്ടായിരുന്നുള്ളൂ, അത് താങ്കൾ തന്നെ സെലക്ട് ചെയ്യപ്പെട്ടു? ആ അവസരം ആ സമയത്ത് ഒരാൾക്ക് മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തു. അങ്ങനെ സെലക്ട് ചെയ്തൊരു 2006 ഞാൻ NSGയിലേക്ക് പോയി. NSGയിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ എത്ര കാലത്തെ പരിശീലനത്തിന് ശേഷമാണ് നിങ്ങളൊരു കമാൻഡോ ആയി മാറുന്നത്? ഏകദേശം 3.5 മാസത്തെ പരിശീലനം കിട്ടണം. കാരണം ട്രെയിനർ സോൾജറാണ്, ഓൾറെഡി ട്രെയിനർ സോൾജറാണ്. അപ്പോൾ ആ ട്രെയിനർ സോൾജറിന് 3.5 മാസത്തെ കഠിനമായ പരിശീലനം. ആ പരിശീലനത്തിൽ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളിപ്പോൾ ഒരു നോർമൽ 24 മിനിറ്റിനുള്ളിൽ 5 കിലോമീറ്റർ ഓടണമെന്ന് വിചാരിക്കണം. പക്ഷേ NSGയിൽ അത് 20 മിനിറ്റിൽ ഓടണം. എല്ലാം ഷോർട്ടാണ് ടൈമിങ്. അതേപോലെ ഒരു 9 ഫീറ്റ് ഡിച്ച് കുഴി ചാടി കിടക്കണം. അത് 11 ഫീറ്റ് ഡിച്ചാണ്. സാധാരണ മിലിറ്ററി പരിശീലനത്തിൽ, സൈനിക പരിശീലനത്തിൽ നിങ്ങൾക്ക് കിട്ടിയ കടമ്പകളെക്കാൾ വളരെ കൂടിയതായിരിക്കും സാധാരണഗതിയിൽ ഒരു കമാൻഡോയ്ക്ക് മറികടക്കേണ്ട ദൗത്യങ്ങൾ അല്ലേ? തീർച്ചയായും. അതെന്ന് വെച്ചാൽ കുറേ ഷോർട്ടാണ് കാര്യങ്ങളെന്ന് വെച്ചാൽ വളരെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതാണ്. ഇത് ഫേസ് ടു ഫേസ് അറ്റാക്ക് ചെയ്യേണ്ട. കൗണ്ടർ ഇൻസർജൻസി ഓപ്പറേഷനിൽ ഫേസ് ടു ഫേസ്, ഒരു റൂം ഇൻട്രപ്ഷൻ ചെയ്യുമ്പോൾ ഫേസ് ടു ഫേസ് അറ്റാക്ക് ചെയ്യേണ്ടത്. അവിടെ ആരും കൺട്രോൾ ചെയ്യാനില്ല, സ്വയം പര്യാപ്തമാണ്, സ്വയം അതിന് കണ്ടെത്തണം, ആരും പറഞ്ഞു തരാനുണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ 20 കിലോമീറ്റർ നടക്കണം, സ്പീഡ് വാക്ക്, നടക്കലല്ല പറയുന്നത്, അതിന് സ്പീഡ് വാക്ക് എന്ന് പറയും. റണ്ണ് ചെയ്യണം. അപ്പോൾ 20 കിലോ വെയിറ്റ്, 20-20 എന്ന് പറയും. അതായത് 20 കിലോ വെയിറ്റും പുറത്ത് തൂക്കിക്കൊണ്ട് 20 കിലോ വെയിറ്റ് നടക്കണം. അത് ചിലപ്പോൾ 40 ആവും, അത് ചിലപ്പോൾ 60 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ ഇൻഡോറൻസ് എന്ന് പറയുന്നത് ഒരു സംഭവമുണ്ട്. അവസാനമായിട്ട് ഒരു ഇൻഡോറൻസ് എന്ന് പറയുന്നത്, ആ ഇൻഡോറൻസിൽ ഞങ്ങൾ വരുന്നത് 20 കിലോമീറ്റർ വെയിറ്റ് നടക്കുക. അത് കഴിഞ്ഞതിന് ശേഷം 5 കിലോമീറ്റർ ആ എക്യുപ്മെൻസിലൊക്കെ മാറ്റിയിട്ട് വേറൊരു എക്യുപ്മെൻറ്റ്, ടാക്ടിക്കൽ ഹാലത്തിൽ ഞങ്ങൾ എങ്ങനെയാണോ പോകുന്നത് ആ രീതിയിലുള്ള ഹാലത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് എടുത്തിട്ട് ഞങ്ങൾ 5 കിലോമീറ്റർ ഓടണം. ഇതൊക്കെ ഒരു സമയത്ത് നടക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ റേഞ്ചിൽ പോയിട്ട് ഞങ്ങൾ ഫയർ ചെയ്യണം. അത് കഴിഞ്ഞപ്പോൾ
ഈ ഫയറിംഗ് എന്ന് പറയുന്നത് നിങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ തന്നെ ഒരു ഷാർപ്പ് ഷൂട്ടേഴ്സ് ആയിരിക്കും എന്നൊക്കെ ഉറപ്പ് വരുത്തുന്നുണ്ടോ? അതെ, ഈ ഫയറിംഗ് ഞങ്ങൾ എയിമഡ് ഫയർ അല്ല, വിത്തൗട്ട് എയിമഡ് ഫയറിംഗ് ആണ്. കാരണം ഞങ്ങൾക്ക് ഒരു ക്ലോസ് ബാറ്റിൽ ഞങ്ങൾ ഫയർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ടെററിസ്റ്റുമായിട്ട് ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് എയിം എടുക്കാനും സമയമില്ല. ഒരു അപ്രൈച്ചർ ഹോൾ 40 നോക്കിയിട്ട് ഒരു ടാർഗറ്റ്, അതായത് നമ്മുടെ ശത്രു നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം, ചിലപ്പോൾ നമ്മളെ ആക്രമിക്കുകയായിരിക്കാം. അപ്പം നിമിഷ നേരം കൊണ്ട് ഇവരെ തീർക്കണം. അത് ലക്ഷ്യം പിടിക്കുക, ഉന്നം നോക്കാനൊന്നുള്ള നേരമില്ല അല്ലേ? അപ്പൊ പടപടയെന്ന് അടിച്ചു തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഒരു സിറ്റുവേഷനിൽ, ഒരു മുറിയിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് നിങ്ങളെ ഒരു തീവ്രവാദികൾ അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കൾ വളയുന്ന സമയത്ത് സ്വയം തീരുമാനമെടുത്ത് സ്വയം അവരെ ഇല്ലാതാക്കി അവിടെ നിന്ന് പുറത്തു വരിക, ആ പ്രശ്നം പരിഹരിക്കുക, അതിനുള്ള എല്ലാ പരിശീലനമാണ് കുറഞ്ഞ കാലം കൊണ്ട് തരുന്നത് അല്ലേ? തീർച്ചയായും. അതിൽ ഏറ്റവും വലിയ പരിശീലന കാലത്ത് ഏറ്റവും വലിയ ഹറാസ്മെൻറ്റ് ഞങ്ങൾക്ക് പരിശീലിക്കാൻ തോന്നുന്നത് ഹറാസ്മെൻ്റ് എന്നാണ്. കാരണം രാത്രിയൊന്നും ഉറങ്ങാൻ വിടില്ല. പിന്നെ നമ്മൾ ആ ടൈം ഒരു 3 ദിവസത്തെ ഒരു ട്രെയിനിങ് ഉണ്ട്. ഒരു ദിവസം 1 ലിറ്റർ മാത്രം വെള്ളം തരും. അതേപോലെ 7 ദിവസം വെള്ളമൊന്നുമില്ലാതെ എവിടെയെങ്കിലും കാട്ടിലെവിടെയും കൊണ്ടുപോയി അവിടുന്ന് കിട്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കണം. അതായത് ഭക്ഷണമൊന്നും തരാതെ ഒരു കാട്ടിൽ കൊണ്ടുപോയാക്കും, അവിടുന്ന് എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടുമോ അത് തപ്പിയെടുത്ത് കഴിച്ച് സർവൈവ് ചെയ്യണം. തീർച്ചയായും സർവൈവ് ചെയ്യണം. നമ്മൾ ചില ഓപ്പറേഷൻസ് പോകുമ്പോൾ ഭക്ഷണം ഞങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പഠിക്കുക. അതിനുള്ള പരിശീലനം. അത് ചില സമയങ്ങളിൽ ഞങ്ങളിപ്പോൾ മുംബൈ ഓപ്പറേഷൻ ഞങ്ങൾ ചെയ്തു. ആ സമയത്ത് ഒരു 3 ദിവസത്തോളം ഉറങ്ങിയിട്ടില്ല. ഉറക്കം എന്താണെന്ന് നമുക്ക് അറിഞ്ഞിട്ടില്ല. പക്ഷെ ആ പരിശീലനം ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഉറങ്ങുകയായിരുന്നു. പിന്നെ അതല്ലാതെ തന്നെ നമ്മൾ ഇത് ഏറ്റവും വലുതെന്ന് വെച്ചാൽ ഒരു സേഫ്റ്റി ടാങ്ക്, നമ്മളൊരു സേഫ്റ്റി ടാങ്കിൽ അതിൽ ഞങ്ങൾ അതിൻ്റെ സ്ലാബ് മാറ്റിക്കൊണ്ട് അതിൻ്റെ അകത്ത് ഇറക്കി നിർത്തും. ടോയ്ലറ്റിന്റെ സേഫ്റ്റി ടാങ്കിൽ അതിൻ്റെ അകത്ത് ഇറക്കി നിർത്തും. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഞങ്ങൾക്കൊരു ബിൽഡപ്പ് ഏരിയയിൽ ഞങ്ങൾ പോകുന്നു. അവിടെ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ഷനുള്ള ഒരു സ്ഥലമില്ലാതെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഈ സ്ഥലത്തായിരിക്കും ഞങ്ങൾ ഇറങ്ങേണ്ടത്. ആ ട്രെയിനിങ് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങില്ല. അപ്പോൾ അതേപോലുള്ള ട്രെയിനിങ്ങുകൾ എല്ലാ കാര്യത്തിലും മൈന്യൂട്ടായിട്ടുള്ള ഓരോ കാര്യങ്ങൾക്ക് പോലും കൃത്യമായിട്ടുള്ള ട്രെയിനിങ് അവിടെ നിന്ന് കിട്ടും. അതായത് ഏറ്റവും ടഫായ, ഏറ്റവും ഡിഫിക്കൽട്ടായ ഒരു സാഹചര്യത്തിൽ സർവൈവ് ചെയ്യാൻ വേണ്ട എല്ലാ പരിശീലനവും. ശത്രുവിൻ്റെ വെടിവയ്പ് ഉണ്ടാകുമ്പോൾ നമുക്ക് മറഞ്ഞിരിക്കാൻ ഒരു സെപ്റ്റിക് ടാങ്കേ കിട്ടുന്നുള്ളെങ്കിൽ അതിനകത്ത് ഇറങ്ങി മറഞ്ഞിരിക്കാൻ വരെയുള്ള തയ്യാറെടുപ്പ് നിങ്ങളിൽ ഉണ്ടാക്കുകയാണ് അല്ലേ? തീർച്ചയായും. അങ്ങനെയുള്ള മാനസിക അവസ്ഥ ഉണ്ടാക്കി. ആദ്യം ഞങ്ങൾക്ക് ആ മനസ്സ് വേണം, എന്നെങ്കിലും മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ. കാരണം ആ ഒരു പരിശീലനം ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പ്രാധാന്യം വെച്ചാൽ ചിലപ്പോൾ ഒരു കാര്യത്തിൽ ഞാൻ ബ്ലണ്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഈ ടാക്ടിക്കൽ കാലത്തിൽ 5 കിലോമീറ്റർ ഓടി വന്നതിന് ശേഷം ഫയർമാൻ ലിഫ്റ്റ് ഏകദേശം എൻ്റെ വെയിറ്റും അതുകൂടാതെ ഏകദേശം 20ഓളം വെയിറ്റ് എൻ്റെ എക്യുപ്മെൻസും മറ്റുള്ള കാര്യങ്ങളായിട്ടുണ്ടാവും. അങ്ങനെ ഞാനിപ്പോൾ ഒരു 70 ആണെങ്കിൽ ഒരു 90 കിലോ വെയിറ്റ് ഉണ്ടാവും. ആ വെയിറ്റുള്ള ആൾക്കാരെ എടുത്തുകൊണ്ട് ഒരു 100 മീറ്റർ ഓടണം. അത് 27 സെക്കൻഡിൽ ഞങ്ങൾ എത്തണം. ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഒരാൾ എടുത്തുകൊണ്ട് എന്താ ഓടുന്നത്. പക്ഷേ എനിക്ക് അപകടം സംഭവിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയ കാര്യമായിരുന്നു ആ ട്രെയിനിങ്. കാരണം എനിക്ക് അപകടം സംഭവിച്ചപ്പോൾ ഓബറൈ ഹോട്ടലിൽ നിന്ന് 22 നിലയുള്ള ബിൽഡിങ്ങിൽ നിന്ന് എന്നെ ഒരാളാണ് എടുത്ത് താഴേക്ക് കൊണ്ടുവന്നത്. ആ പരിശീലനം കിട്ടിയിട്ടില്ലെങ്കിൽ അത് സാധിക്കില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അത് തെറ്റാണെന്ന് തോന്നുമ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നത്. 3 മാസത്തെ ഈ പരിശീലനം കഴിഞ്ഞ് പിന്നെ നിങ്ങൾ എന്താ ചെയ്യുക? വെറുതെ ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ ഇരിക്കുകയാണോ? പിന്നെ നിരന്തരം പരിശീലനം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണോ? അതോ ചില ഓപ്പറേഷൻസിന് വിടുകയാണോ? എന്താ ചെയ്യുന്നത് പിന്നെ? ഈ 3 മാസത്തെ ട്രെയിനിങ് എന്ന് വെച്ചാൽ NSC ട്രെയിനിങ് സെൻറ്ററിലാണ് നമ്മൾ പരിശീലനം ചെയ്യുന്നത്. അതിനുശേഷം NSCയിലെ പല വിങ്ങുണ്ട്. 51 സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ്. ഞാൻ പോയത് 51 സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പിലാണ്. 52 സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഗ്രൂപ്പുണ്ട്. അതിൻ്റെ പ്രൈമറി ടാസ്ക് എന്നത് ഹാൻഡി ഹൈജാക്ക്. 52-ൻ്റെത് ഹാൻഡി ഹൈജാക്ക്, ഫ്ലൈറ്റിലുള്ള ഡ്യൂട്ടി, സ്കൈ മാർഷൽ നോക്കുന്ന ഡ്യൂട്ടിയാണ് മെയിനായിട്ടുള്ളത്. അതല്ലാതെ 51-ൻ്റെത് ആൻറ്റി ടെററിസം. ഈ 51 ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും ഒരു 3 മാസത്തെ ട്രെയിനിങ് ഉണ്ട്. അത് ശരി. പിന്നെ സ്പെഷ്യലൈസേഷൻ ആണ്. സ്പെഷ്യലൈസേഷൻ അതായത് വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടാൽ എങ്ങനെ അതിനെ മോചിപ്പിക്കാം, അല്ലെങ്കിൽ ടെററിസ്റ്റുകളുടെ ആക്രമണം ഉണ്ടായാൽ എങ്ങനെ അതിനെ നേരിടാം, അവരെ പരാജയപ്പെടുത്താം. അപ്പൊ ഇങ്ങനെ സ്പെഷ്യലൈസേഷനിലേക്ക് പിന്നെ പോവാണ്. അതെ. അതും ഒരു 3 മാസത്തെ പരിശീലനം. 3 മാസത്തെ പരിശീലനം. അതിൽ താങ്കൾ ഏത് പരിശീലനത്തിനാണ്? ഞാൻ ആന്റി ടെററിസ്റ്റിനെതിരെയുള്ള 51 സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്തു. ആ സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പിൽ നിന്ന് കുറേ കഠിനമായ ട്രെയിനിങ്
അത് ഈ NSC നിന്ന് കിട്ടിയ ട്രെയിനിങ്ങിനെക്കാട്ടും കുറച്ചും കൂടി കഠിനമായിട്ടുള്ളത്. അവിടെ ചെയ്യേണ്ട ജോലികൾ എന്തൊക്കെയാണ്, അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ടു ഫേസ് അറ്റാക്ക്, ക്ലോസ് ബാറ്റിൽ, വിത്തൗട്ട് എയിമിൽ ഫയർ ചെയ്യുക, വിത്തൗട്ട് ഏതെങ്കിലും ഒരു സ്പോട്ടിൽ ഞങ്ങൾ കറക്റ്റ് സമയത്ത് ഞങ്ങൾ ചെയ്യണം. അതല്ലാതെ നമ്മളിപ്പോൾ മെട്രോ ട്രെയിനിൻ്റെ അകങ്ങളിൽ എങ്ങനെയാണോ ഏതെങ്കിലും തരത്തിൽ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ഉണ്ടായാലും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിൻ്റെ ട്രെയിനിങ് ഉണ്ട്. അതേപോലെ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറ്റിയുള്ള ട്രെയിനിങ് ഉണ്ട്. ആൻറ്റി ടെററിസം, ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് വന്നിട്ട് ഒരു ബിൽഡപ്പ് ഏരിയയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ വന്ന് ആക്രമിക്കുകയാണെങ്കിൽ അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങും ഉണ്ട്. അപ്പോൾ ഏകദേശം 3 മാസങ്ങൾ കൂടുമ്പോൾ ഇതിൻ്റെ റിഫ്രഷ്മെൻറ്റ് ട്രെയിനിങ് അതിൻ്റെ ടെസ്റ്റ് കൊടുക്കണം. ഓരോ ടെസ്റ്റ് ഞങ്ങൾ ഓടണം, ഒബ്സ്റ്റക്കിൾ ക്രോസ് ചെയ്യണം, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണം, വെപ്പൺ ടെസ്റ്റ് ഉണ്ട്, ഫയറിംഗ് ടെസ്റ്റ്. ഈ 3 മാസത്തെ ഇടവേളയിൽ പ്രത്യേകിച്ച് ഓപ്പറേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഡെയിലിയുള്ള റുട്ടീൻ പരിപാടിയൊക്കെ ആയിട്ട് ക്യാമ്പിലായിരിക്കും ഉണ്ടാവുക? ക്യാമ്പിൽ എപ്പോഴും ട്രെയിനിങ് ആയിരിക്കും. അത് അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ലീവ് പോകണമെങ്കിൽ ഈ ടെസ്റ്റ് പാസ്സാക്കണം. പാസ്സായാൽ മാത്രമേ ലീവിന് പോലും വിടില്ല. ഈ ടെസ്റ്റുകൾ പാസ്സാവണം 3 മാസം കൂടുമ്പോൾ. ഇത്രയും കഠിനമായ ഒരു ജീവിതം, ഇത്രയും ടഫായിട്ടുള്ള എല്ലാ ദിവസവും കർശനമായ പരിശീലനം, കർശനമായ ടാസ്കുകൾ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് വന്ന് കുറച്ച് കഴിഞ്ഞപ്പം ഇത് വന്നത് അബദ്ധമായെന്ന് തോന്നിയോ? തീർച്ചയായും ഇല്ല. കാരണം അത് ഓർമ്മിക്കാൻ സമയം കിട്ടിയാലല്ലേ ഞങ്ങൾക്ക് അതിന്. കാരണം എപ്പോഴും ഏതെങ്കിലും ഒരു കാര്യം വരുമ്പോഴേക്കും പെട്ടെന്ന് നമുക്കൊരു അലേർട്ട് ചെയ്യും. ഇത് കൽക്കട്ടയിൽ ഇന്ന സംഭവം നടന്നിട്ടുണ്ട്, അവിടത്തേക്ക് ഞങ്ങൾ പോകണം. ഇന്ന് കൽക്കട്ടയിലാണെങ്കിൽ നാളെ മുംബൈയിൽ ആ സംഭവം നടന്നിട്ടുണ്ട്, അവിടത്തേക്ക് പോകണം. ശരിക്കും ഇതിലേക്ക് ആകർഷിക്കുന്നത് ഈ ഒരു സാഹസികതയാണോ അതോ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു റിവാർഡാണോ? നിങ്ങൾക്ക് സാലറിയിലൊക്കെ വലിയ വർധനവില്ലേ മറ്റ് ഒരു കമാൻഡോ ആയി കഴിയുമ്പോൾ? തീർച്ചയായും സാലറിയിൽ കുറച്ച് വ്യത്യാസമുണ്ട്. 25% അതിൻ്റെ അലവൻസ് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ അപ്പുറം ഒരു കമാൻഡോ ആയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡ്രസ്സ്, ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് കാണുന്ന ഒരു ഗർവ്. നമ്മൾ ഒരു യൂണിഫോം ഇടുമ്പോഴും അല്ലാതെ യൂണിഫോം ഇടുന്ന മനേഷും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. യൂണിഫോം ഇട്ട് വെച്ചാൽ നമുക്ക് അതിനുള്ളൊരു പവർ, പിന്നെ പല ടാസ്കുകളും, പ്രധാനപ്പെട്ട ടാസ്കുകൾ ഞങ്ങൾക്ക് കിട്ടുന്നു. അതൊക്കെ ഞങ്ങൾക്ക് നോർമൽ ലെവലാകുമ്പോഴും അത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ പല ആൾക്കാരുമായിട്ട് പരിചയപ്പെടാൻ സാധിക്കുന്നു, പല കാര്യങ്ങളും കാണുന്നു. പിന്നെ ഏറ്റവും വലിയ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ട് അതിലേറ്റവും അഭിമാനം കൊള്ളുന്ന ഓരോ നിമിഷങ്ങളും ഈ ഡ്രസ്സും ഈ കാര്യങ്ങളിലും കിട്ടുന്നതാണല്ലേ. ഒരു കമാൻഡോയുടെ കയ്യിൽ ഇത്തരം ഒരു ഓപ്പറേഷന് പോകുമ്പോൾ എന്തെല്ലാം ഉപകരണങ്ങളും ആയുധങ്ങളും ഉണ്ടാവും? അതിന് നോർമലായിട്ടുള്ള ഒരു വെപ്പൺ, ആ വെപ്പൺ, അതുകൂടാതെ അത് ഞങ്ങളൊക്കെ ഉപയോഗിച്ചത് MP5 ആണ്. ചില കാര്യങ്ങൾ ഞങ്ങൾ ഡയറക്റ്റ് ഇവിടെ ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം ചില പേഴ്സണൽ വെപ്പൺസ് അതേപോലെ തന്നെ ഞങ്ങൾ പിസ്റ്റൾ ഉണ്ടാവും, പിന്നെ ഗ്രനേഡ്സ് ഉണ്ടാവും, പിന്നെ മറ്റേ നമ്മുടെ ഒരു ട്രൂപ്പ്. ഇപ്പോൾ ഞങ്ങൾ ഹിറ്റ് ബേസാണ്, 6 പേര് ചേർക്കുന്ന ഒരു ഹിറ്റാണ് ഒരു റൂം ഇൻട്രവെൻഷൻ ചെയ്യുന്നത്. അതായത് നിങ്ങളൊരു 6 പേരുള്ള ടീമായിട്ടാണ് ഓപ്പറേഷനിൽ എപ്പോഴും മുമ്പോട്ട് പോവുക അല്ലേ? അപ്പൊ ആ 6 പേർക്കും വ്യത്യസ്ത ഡ്യൂട്ടികളും ഇതിനകത്തുണ്ടാവുമോ? ഉണ്ടാവും. അപ്പൊ അവരുടെ ഓരോരുത്തരുടെയും കയ്യിൽ വ്യത്യസ്ത ഉപകരണങ്ങളുണ്ടാവും. അപ്പൊ ഈ 6 പേരും കൂടെ ചേരുമ്പോഴാണ് ഒരു ഓപ്പറേഷൻ എഫക്റ്റീവ് ആക്കാൻ കഴിയുക അല്ലേ, സക്സസ് ആവുന്നത്. കാരണം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചേർന്നിട്ട് ഒറ്റ എയിമിൽ പ്രവർത്തിക്കുമ്പോഴാണ് അത് സക്സസ് ആവുന്നത്. അല്ലാതെ അതിൽ ഒരാൾ മാത്രം ചെയ്തുകൊണ്ട് അതിൽ ഹീറോയിസം ഒന്നും. ഇപ്പൊ നിങ്ങൾ ഈ പോകുന്ന നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യമുള്ള ഭക്ഷണം, വെള്ളം ഇതൊക്കെ ഉണ്ടാവുമോ? ചില ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാവും, മറ്റുള്ള കാര്യങ്ങളുണ്ടാവും. ചെറിയ ഭക്ഷണവും വെള്ളം എന്ന് വെച്ചാൽ ഞങ്ങൾ ഓപ്പറേഷൻ അനുസരിച്ചിട്ടായിരിക്കും ഞങ്ങൾ ഭക്ഷണം കെയർ ചെയ്യുന്നത്. ഇപ്പോൾ മുംബൈയിൽ നടന്ന ഓപ്പറേഷനിൽ ചെറിയ നോർമൽ ഫുഡ് ഒരു 2 ദിവസത്തേക്ക് ആണ് ഭക്ഷണം കഴിക്കുക, നമ്മൾ കെയർ ചെയ്ത് കൊണ്ടുപോകും. അതല്ലാതെ ജമ്മു ആൻഡ് കാശ്മീർ, ഇപ്പോൾ ജംഗിൾ, അതേപോലെ നോർത്ത് ഈസ്റ്റിലും മറ്റുള്ള സ്ഥലങ്ങൾ കഴിഞ്ഞാൽ അവിടെ തിക്ക് ജംഗിളാണ്. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ ടൈം കൂടുതലെടുക്കും. അതിനനുസരിച്ചുള്ള ഭക്ഷണങ്ങൾ, അധികം ഡ്രൈ ഫ്രൂട്ട്സുകളും കാര്യങ്ങളുമാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അതല്ലാതെ തന്നെ ഭക്ഷണമില്ലാതെയും കഴിയാനുള്ള ട്രെയിനിങ് ഉണ്ട്. ഞങ്ങൾ ആരും കൊണ്ടുപോയാലും അത് ഭക്ഷണമൊന്നും കഴിക്കാറില്ല, അതൊരു ചടങ്ങിനെ കൊണ്ടുപോകും. ഈ NSC അധികവും ചെയ്യുന്നത് ഇത്തരം ഓപ്പറേഷൻസ് ആണ്. ഈ ചെയ്യുമ്പോൾ അവിടെ ഈ റൂം ഇന്റർവെൻഷൻ ചെയ്യുന്ന ഒരു ടീം ഉണ്ടാവും, അത് കഴിഞ്ഞ് സപ്പോർട്ടിംഗ് ടീം ഉണ്ടാവും, അതിന് കഴിഞ്ഞ് രണ്ടാമതൊരു സപ്പോർട്ടിംഗ് ടീം ഉണ്ടാവും. അങ്ങനെ 3-4 സപ്പോർട്ടിംഗ് ടീം ഉണ്ടാവും. അത് കഴിഞ്ഞ് അതിനെ സറൗണ്ട് ചെയ്ത് സ്ക്വാഡൻ ചെയ്ത് വെക്കുന്ന ഒരു ടീം ഉണ്ടാവും. ഞങ്ങളിപ്പോൾ റൂം ഇന്റർവെൻഷൻ ചെയ്ത് ഏതെങ്കിലും തരത്തിൽ എസ്കേപ്പ് ആയിട്ട് ഒരു ടെററിസ്റ്റ് വരുവാണെങ്കിൽ ആ ടെററിസ്റ്റിനെ അവിടെ നിന്ന് നമ്മുടെ ആ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ചാനലിൽ നിന്ന് ഫയർ ചെയ്യാനുള്ള ഒരു ടീം ഉണ്ടാവും. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഔട്ടർ സ്ക്വാഡൻ ഉണ്ടാവും, വേറൊരു സ്ക്വാഡൻ ഉണ്ടാവും. അങ്ങനെ ഒരു 3
3-4 ടീമുകളുണ്ടാവും. നമ്മളൊരു റൂമിനകത്ത് തീവ്രവാദികൾ അല്ലെങ്കിൽ ഭീകരർ ഉണ്ടെന്നറിഞ്ഞ് അതിനെ അറ്റാക്ക് ചെയ്യാൻ ചെന്നാൽ മുന്നിൽ ഒരു 6 പേരുടെ ഒരു സംഘം ചെന്ന് ഇൻ്റർവെൻഷൻ നടത്തുന്നു. അതിന് പുറത്ത് പല വലയങ്ങളായി നിങ്ങളുടെ സപ്പോർട്ട് ടീം തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ ഇവൻ ഒരാൾ രക്ഷപ്പെട്ട് പുറത്ത് ചാടിയാലും ഈ സപ്പോർട്ട് ടീമിന്റെ കയ്യിലേ വന്ന് വീഴുള്ളൂ അല്ലെ? ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല, അതാണ് യാതൊരു. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്നത് ചിലപ്പോൾ ഇവിടെ ഗ്രാനേഡ്സ് അത് ടോട്ടൽ 360 ഡിഗ്രി ആംഗിളിൽ അതിന്റെ ചെറിയ ചെറിയ സ്പ്രെഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ആ സമയത്ത് കുറച്ച് ഒരു ഗ്യാപ്പ് കിട്ടും കുറേ. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ചിലപ്പോൾ RDX ഇവരുടെ കയ്യിൽ അതൊക്കെ ഉണ്ടെങ്കിൽ ടെററിസ്റ്റുകളുടെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ RDX വന്ന് അത് ബ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹോട്ടലിന്റെ ഏകദേശം പകുതി ഏരിയയോളം ഇല്ലാതാവും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നമുക്ക് അതിനെ പൊടിച്ചിട്ടും പഠിക്കേണ്ടതായിട്ടുണ്ടാവും. ഈ ഭീകരന്മാരുടെ കയ്യിൽ എന്തൊക്കെ ആയുധമുണ്ടെന്നൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? മുൻകൂട്ടി അറിയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അല്ലെങ്കിൽ ചെന്ന് കഴിയുമ്പോൾ അവരുടെ കയ്യിലുള്ളത് കണ്ടിട്ട് അതിനനുസരിച്ച് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുകയാണ് ചെയ്യുക? അല്ല, ഞങ്ങൾ ഇപ്പോൾ അവരുടെ ഒരു വെപ്പൺ ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഏത് വെപ്പൺസ് ആണ്. കാരണം ഈ ടെററിസ്റ്റുകൾ ഉപയോഗിക്കുന്ന ഓൾമോസ്റ്റ് വെപ്പൺസിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ഞങ്ങൾക്കുണ്ട്. ആ ഐഡിയയിൽ ഓരോ വെപ്പൺസിൽ നിന്നും വരുന്ന ഫയറിന്റെ സൗണ്ട് കേട്ടുകൊണ്ട് ആ വെപ്പൺ ഏതാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ രണ്ടാമത് വെച്ചാൽ അവർ ഏറ്റവും കൂടുതൽ ഗ്രനേഡ്സ്, ഇപ്പം ഗ്രനേഡ് ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നത് ചൈനീസ് ഗ്രനേഡാണ്. നമ്മളൊക്കെ 4 സെക്കൻഡിന്റെ ഗ്രനേഡാണ്, അവരൊക്കെ 3 സെക്കൻഡ് ആകുമ്പോൾ, അതായത് ഫ്യൂസ് ഊരി കഴിഞ്ഞാൽ 3 സെക്കൻഡ് ആകുമ്പോൾ ബ്ലാസ്റ്റ് ആവും. 1, 2, 3 എന്ന് പറയുമ്പോൾ ബ്ലാസ്റ്റ് ആവും. അപ്പോൾ ചൈനീസ് ഗ്രനേഡ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ അവർ ഓൾമോസ്റ്റ് ഏകദേശം ഒരു 90% ടെററിസ്റ്റുകൾ കെയർ ചെയ്യുന്നത് AK-47. പിന്നെ ചൈനയുടെ AK-56, അത് രണ്ടും ഒരേ മോഡൽ തന്നെയാണ്. അതല്ലാതെ ചില സന്ദർഭങ്ങളിൽ പിസ്റ്റൾ ഉണ്ടാവും. എല്ലാ സമയത്തും കുറെ ഗ്രാനേഡ്സ് ഉണ്ടാവും അവരുടെ കയ്യിൽ, കുറെ ഗ്രാനേഡ്സ് ഉണ്ടാവും. ഈ ഗ്രനേഡ്സിന്റെ ഒരു സ്ഫോടന ശേഷി എത്രയാണ്? ഒരു മുറിയിൽ ഒരു വ്യക്തിയെ ആക്രമിക്കാനാണോ അവർ കൂടുതൽ ഉപയോഗിക്കുന്ന? ഒരു സംഘത്തെ ആക്രമിക്കാൻ വേണ്ടി, ഒരു വ്യക്തിയെ ആക്രമിക്കാൻ വേണ്ടി ഗ്രനേഡിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു സംഘത്തെ അതിന്റെ ഒരു ഗ്രനേഡ് ഇവിടെ വന്ന് ബ്ലാസ്റ്റ് കഴിഞ്ഞാൽ ഒരു പൂ വിടരുന്ന പോലെ അതിന്റെ 360 ഡിഗ്രി ആംഗിൾ അതിന്റെ ചെറിയ ചെറിയ ചീളുകൾ തെറിക്കും. ഇപ്പോൾ നമ്മുടേത് ഏകദേശം ഒരു ഗ്രനേഡ് 36 പീസുകൾ തെറിക്കും. അതേപോലെ ആ ചൈനീസ് ഗ്രനേഡിന്റെ ഏകദേശം ഒരു 24-25ഓളം പീസുകൾ ചെറിയ ചെറിയ 360 ഡിഗ്രി ആംഗിളിൽ അത് തെറിക്കും. അപ്പോൾ ഒരു 8-10 പേരുണ്ടെങ്കിൽ അവർക്കെല്ലാം പരിക്ക് പറ്റുന്ന അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഭയപ്പെടുന്നതല്ല, ഏറ്റവും കൂടുതൽ നമ്മൾ കരുതിയിരിക്കേണ്ടത് ഗ്രാനേഡ്സ് തന്നെയാണ് കരുതിയിരിക്കേണ്ടത്. നിങ്ങൾക്ക് ഈ പരിശീലനം കിട്ടുമ്പോൾ ഇത്തരത്തിൽ ഒരു ഭീകരൻ വന്ന് ഒളിച്ചിരിക്കുന്നതും അയാളെ കീഴ്പ്പെടുത്തേണ്ട ഇതൊക്കെയായ മോക്ക് ഡ്രില്ലുകൾ ഉണ്ടാവാറില്ലേ? നിങ്ങൾ തന്നെ ഭീകരനായിട്ട് അഭിനയിച്ചുകൊണ്ടും ഇതൊക്കെ ചെയ്യേണ്ടി വരാറില്ലേ? അല്ല, ഈ മോക്ക് ഡ്രില്ല് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് അതിന് പെട്ടെന്ന് ഐഡിയ കിട്ടുന്നത്. കാരണം എന്തെങ്കിലും തരത്തിൽ എല്ലാ തരത്തിലും ഇപ്പം ഏതെങ്കിലും റൂം ഇൻ്റർവെൻഷൻ ഡ്രില്ല് എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു റൂമിൽ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് ടെററിസ്റ്റായിട്ട് ഞങ്ങൾ തന്നെ ആ ടെററിസ്റ്റായിട്ട് നിൽക്കും. ആ ടെററിസ്റ്റിനെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാൻ സാധ്യതയുണ്ട്, ആ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അതിനെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അതൊക്കെ ഡ്രില്ലുണ്ട്. അത് ലൈഫ് ഡ്രില്ലാണ്, അത് നോർമൽ ഡ്രില്ലല്ല. ശരി. അതിനകത്ത് പരിക്ക് പറ്റിയാൽ പറ്റും. പരിക്ക് പറ്റിയാൽ പരിക്ക് പറ്റും. അപ്പോൾ അതിന് എല്ലാ കാര്യങ്ങളും നമ്മൾ കെയർഫുൾ ആയിട്ടിരിക്കേണ്ടതാണ്. കാരണം ഒരു പരിശീലനത്തിൽ പോലും ചിലപ്പോൾ അപകടം സംഭവിക്കാം, ചിലപ്പോൾ മരണം സംഭവിക്കാം. അത്ര ഗൗരവമാർന്ന പരിശീലനമാണ്. അതെ, റിസ്കിയാണ്. അത് തന്നെയാണ് കമാൻഡോ എന്ന് പറയുന്നത്. അത് തന്നെയാണ്. കാരണം ഞങ്ങൾ ചിലപ്പോൾ ഈ പരിശീലനം ചെയ്യുമ്പോൾ ചിലപ്പോൾ അതില്ലെങ്കിൽ ഞങ്ങൾക്ക് ആ ഭയം ഉണ്ടാവില്ല. അപ്പോൾ ആ ഭയത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ട് നമ്മുടെ മനസ്സും ശാരീരികമായിട്ടുള്ള ഓരോ പ്രവൃത്തിയും അതിനു വേണ്ടിയിട്ട് കാഠിന്യമായിരിക്കണം ഞങ്ങൾക്ക്. കാരണം നമ്മൾ ഇത് മുന്നേ ചെയ്തതാണ്. അപ്പോൾ ഇത് ഞങ്ങൾ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ധൈര്യം, ഇത്രയേ ഉള്ളൂ കാര്യം എന്നുള്ളൊരു ചിന്ത വരുമല്ലേ? ഈ നിങ്ങൾ ഈ ഓപ്പറേഷന് പോകുമ്പോൾ നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടി കുറേ കാര്യങ്ങളും കരുതുമല്ലോ. നല്ല ഹെൽമെറ്റുകൾ, അല്ലെങ്കിൽ ബുള്ളറ്റ് പ്രൂഫ് ആയിട്ടുള്ള കവചങ്ങൾ, ഇതൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായും ഹെൽമെറ്റുകൾ ഉണ്ടായിരുന്നു. പിന്നെ ബുള്ളറ്റ് പ്രൂഫ് പണ്ട് ആ സമയത്ത് ഞാൻ ഈ സാറിനോട് പറയാം, പണ്ട് കാലങ്ങളിലുള്ള ആ ബുള്ളറ്റ് പ്രൂഫുകളൊന്നും അത്ര നമുക്ക് ഹെവി വെയിറ്റ് ആയിരുന്നു. കാരണം ഏകദേശം ഒരു ബുള്ളറ്റ് പ്രൂഫ് തന്നെ 4-5 കിലോ ബുള്ളറ്റ് വെയിറ്റ് ഉള്ള ബുള്ളറ്റ് പ്രൂഫ്. പക്ഷെ ഈ മുംബൈ ഓപ്പറേഷന് ശേഷം ഞങ്ങളുടെ എക്യുപ്മെന്റ്സ് ടോട്ടൽ ചേഞ്ച് ചെയ്തു. ലൈറ്റ് വെയിറ്റ് ഇതായി ബുള്ളറ്റ് പ്രൂഫായി. അതേപോലെ
അതേപോലെ വാക്കി ടോക്കുള്ള നമ്മുടെ കൃത്യമായിട്ടുള്ള ഹെൽമെറ്റും. അപ്പോൾ അതായത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും, ഹെൽമെറ്റിൽ ഹെഡ്ഫോണും കൂടെ ഉണ്ട്. പെട്ടെന്ന് ഹെഡ്ഫോൺ വെച്ചിട്ട് പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ നമുക്ക് സൗണ്ട് വരാതെ ഞങ്ങൾ മാത്രം, നോയ്സ് പുറത്തും വരാതെ ഞങ്ങൾ മാത്രം കേൾക്കേണ്ട രീതിയിൽ വന്നു. അപ്പോൾ ആ രീതിയിലേക്കുള്ള എക്വിപ്മെന്റ്സും മറ്റുള്ള കാര്യങ്ങളും വന്നു. പിന്നെ വെപ്പണും ടോട്ടൽ ചേഞ്ചായി. വെപ്പൺ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ MP5 അതേപോലത്തെ വെപ്പൺസ് ചെയ്ത് ഇപ്പോൾ മോഡേൺ വെപ്പൺസ്, കുറേ വെപ്പൺസ് വന്നു. അത് ഈ ഓപ്പറേഷന് ശേഷം നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു ഫീഡ്ബാക്ക് എടുത്തോ? എന്തൊക്കെയാണ് നിങ്ങളപ്പോൾ നേരിട്ട പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ അടുത്ത് നിന്നായിരിക്കണമല്ലോ സജഷൻസ് പോകേണ്ടത്. ഞങ്ങൾ എല്ലാ ഓപ്പറേഷൻ ചെയ്താലും, ഏതെങ്കിലും ചെറിയ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാലും ഒരു ഡ്രില്ല് നടത്തുമ്പോൾ, മൗത്ത് ഡ്രില്ല് നടത്തുമ്പോഴും അതിൻ്റെ ഒരു കേസ് സ്റ്റഡി ഉണ്ടാവും. ആ കേസ് സ്റ്റഡിയിൽ നിന്ന് ഞങ്ങൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് അതൊക്കെ പറയും. അതിനുശേഷം ഇങ്ങനെ ഗ്രാജുവലി ഓരോരോ സ്ഥലത്തും ഓരോരോ സിറ്റുവേഷനിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടും അതിൻ്റെ എക്യുപ്മെൻറ്റുകളും വെപ്പൺസും മറ്റുള്ള കാര്യങ്ങളും ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ ലെവലിലേക്കാണ് നമ്മളേക്ക്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു റൂം ഇൻട്രവെൻഷൻ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന എക്യുപ്മെൻസും മറ്റുള്ള കാര്യങ്ങളും ഇപ്പോഴുണ്ട്. ഡിഫൻസ് മിനിസ്ട്രിയുടെ കീഴിലാണോ വരിക, അതോ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണോ? NSC എന്ന് പറയുന്നത് ഹോം മിനിസ്ട്രിയുടെ കീഴിലാണ്. NSC എന്ന് പറയുന്നത് എല്ലാ പാരാമിലിറ്ററി ഫോഴ്സുകളും അതേപോലെ തന്നെ ഇന്ത്യൻ ആർമിയിലുള്ള ആൾക്കാരും അടങ്ങിയതാണ് NSC. 1984 രാജീവ് ഗാന്ധി തുടങ്ങിയതായിരുന്നു. ഈ NSC എന്തിനാ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, NSC തുടങ്ങിയിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബിൽഡപ്പ് ഏരിയയിലോ മറ്റുള്ള ആക്രമണം ഉണ്ടായാൽ അതിന് പെട്ടെന്ന് നമ്മുടെ ഈ പാരാമിലിറ്ററി ഫോഴ്സാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ബോർഡേഴ്സിൽ മാത്രമാണ് അധികവും ഫോഴ്സ്, സൈന്യം ഉണ്ടായിരുന്നു, ആർമി ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഫോഴ്സ് വേണം എന്ന അർത്ഥത്തിൽ SAS, സ്പെഷ്യൽ എയർ സർവീസ്, ഇംഗ്ലണ്ടിലെ ഇതും പിന്നെ ജർമ്മനിയുടെ GS-9 എന്ന് പറയുന്ന ഒരു കമാൻഡോ ഫോഴ്സിനെ രണ്ടും മിക്സ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കിയത്. നിങ്ങൾ ഈ ഓപ്പറേഷൻസ് ഇല്ലാത്ത സമയത്ത് നിങ്ങൾ എവിടെയൊക്കെയാണ് ക്യാമ്പ് ചെയ്യുന്നത്? മീൻസ് രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും നിങ്ങൾ വിന്യസിച്ചിട്ടുണ്ടോ? അത് എവിടെയൊക്കെയാണ് നിങ്ങളുടെ സ്റ്റേഷനുകളുള്ളത്? ഞങ്ങൾ NSC ആദ്യം ഉണ്ടായിരുന്നത് ഡൽഹിയിലാണ്, ഡൽഹിയിൽ മാനേശ്വറാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ എമർജൻസി സിറ്റുവേഷനിൽ എയർപോർട്ടിൽ ലെവലിൽ അവിടെ ഡൽഹിയിലുമുണ്ട് ഞങ്ങളൊരു വിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ മുംബൈ ഓപ്പറേഷന് ശേഷം എല്ലാ സ്ഥലങ്ങളിലും, ചിലപ്പോൾ മുംബൈയിലായതുകൊണ്ട് പെട്ടെന്ന് വരാൻ സാധിക്കും. ഇപ്പോൾ സൗത്തിലാണെങ്കിൽ ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് വരാൻ വേണ്ടി കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ, ഏകദേശം ഹൈദരാബാദ്, ചെന്നൈ, കൽക്കട്ട, അഹമ്മദാബാദ്, മുംബൈ എന്ന് പറയുന്ന ഈ സ്ഥലങ്ങളിലൊക്കെ NSCയുടെ പുതിയ ഹബ്ബ് വന്നു. ഇപ്പോൾ പറയുന്നത് കൊച്ചിയിലും ഇനിയൊരു ഹബ്ബ് വരാൻ വേണ്ടിയിട്ട് പോകുന്നു. ഈ മുംബൈ ആക്രമണം, 2008 മുംബൈ ആക്രമണം ഉണ്ടാകുന്ന വിവരം നിങ്ങൾ അറിയുന്നത് എപ്പോഴാണ്? അത് എവിടെയായിരിക്കുമ്പോഴാണ്? ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും നരിമാൻ ഹൗസ്, താജ് ഹോട്ടൽ, ട്രഡൻറ്റ് ഓബറോയ് ഹോട്ടൽ എന്ന് പറയുന്ന ഈ 3 സ്ഥലത്ത് ടെററിസ്റ്റുകൾ അവിടെ ഇരിക്കുന്ന ആൾക്കാരെ ബന്ദികളാക്കി വെച്ചിട്ടുണ്ട്. നരിമാൻ ഹൗസിൽ ഞങ്ങൾ 3 നിലയുള്ള ബിൽഡിംഗ് ആയിരുന്നു. ഞങ്ങൾ ഹെലികോപ്റ്ററിൽ നിന്ന് ഡ്രോപ്പായിട്ട് മുകളിൽ നിന്ന് താഴേക്കാണ് സെർച്ചിങ് ചെയ്യാം. നിർഭാഗ്യവശാൽ നമ്മുടെ ഗജേന്ദ്ര സിംഗ് അവിടെ ഇങ്ങനെ ആ ജനലിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നോക്കാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിൻ്റെ സൈഡിലൂടെ 3 ബുള്ളറ്റ്സ്, AK-47 3 ബുള്ളറ്റ്സ് വന്ന് അദ്ദേഹം സ്പോട്ടിൽ മരണപ്പെട്ടു. സന്ദീപ് സാവു, നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ സാവു വന്ന് ഡോറ് ക്രോസ് ആയി പോയപ്പോൾ തന്നെ ബാക്കിൽ നിന്ന് 2 ടെററിസ്റ്റുകൾ അദ്ദേഹത്തിന് നേരെ ഏകദേശം കുറേ റൗണ്ട്സ്, അതൊന്നും ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല, തനിക്ക് നേരെ വന്ന് നിറയൊഴിച്ച 2 ടെററിസ്റ്റുകളെയും വധിച്ചതിന് ശേഷം മാത്രമാണ് നമ്മുടെ സന്ദീപ് ഉണ്ണികൃഷ്ണൻ സാർ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിക്കുന്നത്. എൻ്റെ സെക്കൻഡറി വെപ്പൺ പിസ്റ്റൾ എടുത്തിട്ട് ചെസ്റ്റ് മൂത്ത ഫയർ ചെയ്തു, പക്ഷെ കൈ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഗ്രനേഡിന്റെ റിങ്ങിലൂടെ ബെൽറ്റ് ഇട്ടുകൊണ്ട് ഗ്രനേഡ് ഒരു സീരിയലാക്കി ഇട്ടിരിക്കുകയായിരുന്നു, ഇവന്റെ അരയെ കെട്ടിയിരിക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക് ഒരു കൈ കൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാവും. അങ്ങനെ ഗ്രനേഡ് മേലേക്ക് വലിച്ചു മുകളിലേക്ക് എറിഞ്ഞു. താഴെ വന്ന് ബ്ലാസ്റ്റ് ആയി ഞാൻ സ്പോട്ടിൽ മരിക്കുന്നു. ഞാനത് തലയിൽ ഹെഡ് ചെയ്തു. പക്ഷെ എൻ്റെ നിർഭാഗ്യവശാൽ 4 ഫീറ്റ് ഹെൽമെറ്റിന്റെ 4 ഫീറ്റ് മുകളിൽ നിന്ന് അത് ബ്ലാസ്റ്റ് ആയി. വെടികൊണ്ടതിന് ശേഷമാണ് ഇവൻ ഈ ഗ്രനേഡ് പൊട്ടിക്കുന്നത്. അതെ, വെടികൊണ്ടതിന് ശേഷം മരിക്കുമ്പോൾ ഞങ്ങളുടെയും കൂടി കൊണ്ടുപോകുന്ന അർത്ഥത്തിലേക്ക് മഴ പെയ്യുന്നത് പോലെ എൻ്റെ ഹെൽമെറ്റിന്റെ ഇത് സൈഡിലൂടെ ഈ ചെറിയ 3 സ്പ്ലിൻറ്റർ അതിൻ്റെ തലയോട്ടിലേക്ക് ഇറങ്ങി. ഏകദേശം ഒരു 6 മാസത്തോളം കോമാ സ്റ്റേജിലായിരുന്നു. എന്നെ കെട്ടിപ്പിടിച്ച അമ്മ പറഞ്ഞത് കരഞ്ഞുകൊണ്ട് പറയാം, നിനക്ക് ജന്മം നൽകാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു മോനെ.